പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നു. യെസ്, നേരത്തെ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഏവരും ഉറ്റുനോക്കിയ നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ എത്തി അവിടെ പുഷ്പചക്രം അർപ്പിച്ച സൈനികർക്ക് ആദരമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 2022 ഒരു പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടാവും. കാരണം കാർഗിലെ സൈനികർക്കൊപ്പം പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എല്ലാ തവണയും അദ്ദേഹം കാർഗിലെത്താനും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെത്താനും സൈനികരുടെ ഒപ്പം നിൽക്കാനും മറന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്രാസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ശരി, ദൃശ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കാണുകയാണ്. എന്തായാലും ലഡാക്കിൽ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്, ലഡാക്കിലാണ് ഈ ദ്രാസ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടേക്ക് ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ദ്രാസിലേക്ക് അല്പസമയത്തിന് മുൻപും ഇതിന് മുന്നോടിയായുള്ള അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാളിച്ചുണ്ടാകരുത് എന്നുള്ള നിബന്ധന സൈന്യത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ BD മിശ്രയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇന്ന് കാർഗിൽ അനുസ്മരണ ചടങ്ങുകളോട് അനുബന്ധിച്ചും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതും. എന്തായാലും ഗൗതം അനന്തനാരായൺ തുടരുന്നുണ്ട്. ഗൗതമിലേക്ക് വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ രാഷ്ട്രത്തിൻ്റെ ഗരിമ നിലനിർത്താനായി ജീവത്യാഗം ചെയ്ത, പ്രാണത്യാഗം ചെയ്ത 527 ധീര സൈനികരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് കാർഗിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലും ഏറെ വൈകാരികമായ നിമിഷങ്ങളെ വിടുന്ന ഒന്നാണ്. കാരണം കാർഗിൽ യുദ്ധം നടക്കുന്ന ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹവും ഈ യുദ്ധഭൂമിയിൽ എത്തുകയും അവിടെ സൈനികർക്കൊപ്പം നിൽക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകനാണ് ഇപ്പോൾ കാർഗിലിലെ ഈ യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ ഞാൻ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിച്ചു വന്നത്. അതായത് ആ റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്ന്, നമുക്ക് ഈ ഒരു തിയേറ്റർ കമാൻഡ് വേണം. അതായത് 3 സേനകളെയും സംയുക്തമായി കമാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തിയേറ്റർ കമാൻഡ് രാഷ്ട്രത്തിന് ആവശ്യമാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ശുപാർശ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. 1999 ജൂലൈ മാസം 29-ാം തീയതി നിശ്ചയിച്ച കമ്മിറ്റി പിന്നീട് ആ വർഷം അവസാനം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും 2000 ഫെബ്രുവരി മാസം 20-ാം തീയതി പാർലമെന്റിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിന്റെ ശുപാർശകൾ പിന്നീട് UPA സർക്കാർ ഒന്നും നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ അതിന് കാര്യമായൊരു പരിഗണന നൽകിയില്ല. എങ്കിലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് 3 സേനകളെയും സംയുക്തമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തിയേറ്റർ കമാൻഡ് എന്ന നിലയിൽ ആദ്യമായി ബിപിൻ റാവത്ത്, നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്ത് വരുന്നു. അതിനുശേഷം ഇപ്പോൾ ജനറൽ അനിൽ ചൗഹാൻ ആ ഒരു പദവിയിലേക്ക് എത്തുന്നു. അനിൽ ചൗഹാന്റെ സാന്നിധ്യം നമുക്ക് കാർഗിലിൽ കാണാൻ സാധിക്കുന്നു. അപ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇങ്ങനെ ഒരു പദവിയിലേക്ക് സംയുക്ത സേനാ മേധാവി എന്ന നിലയിലേക്ക് നമുക്ക് ഒരു ജനറലിനെ കൊണ്ടുവരാൻ കഴിയുന്നത് തന്നെ ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള പഠന റിപ്പോർട്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഏറെ വിവാദമായി നിലനിൽക്കുന്ന ഒന്നുണ്ട്, അഗ്നിവീർ പദ്ധതി. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒന്നാണ് അഗ്നിവീർ പദ്ധതി. കോൺഗ്രസ്
അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ തങ്ങൾ അഗ്നിവീർ പദ്ധതി റദ്ദാക്കും എന്നത് സംബന്ധിച്ചുള്ള അഗ്നിപത് പദ്ധതി റദ്ദാക്കും എന്നത് സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ മറ്റൊരു ശുപാർശകളിൽ ഒന്നാണ് അഗ്നിപത് പദ്ധതി എന്നത്. നമ്മുടെ രാജ്യത്ത് സൈന്യത്തെ കൂടുതൽ ചെറുപ്പമാക്കണം. കാരണം ഈ മലമുകളിലേക്കൊക്കെ യുദ്ധത്തിനായി പോകുന്ന സമയങ്ങളിൽ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനാൽ വരും കാലഘട്ടങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടായേക്കാം. അത് കാർഗിൽ കൊണ്ട് അവസാനിക്കുന്നതല്ല. നമുക്കറിയാം ചുറ്റും ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാഷ്ട്രങ്ങൾ വളർന്നു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ട്. അതിനാൽ നമ്മുടെ സൈനിക സംവിധാനത്തെ കൂടുതൽ ചെറുപ്പമാക്കണമെന്ന ശുപാർശ ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടേതാണ്. അതാണ് നരേന്ദ്രമോദി സർക്കാർ അടുത്ത കാലത്ത് നടപ്പാക്കിയ അഗ്നിപത് പദ്ധതി എന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഇതെല്ലാം കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. കാരണം കാർഗിൽ യുദ്ധമാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള യുദ്ധം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന ഒരു യുദ്ധം. ഇത് നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഓർമ്മപ്പെടുത്തലായി അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കലായി ജനറൽ ബിപിൻ റാവത്തിനെ കുറിച്ച്. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയാതെ ഇന്നത്തെ ദിവസം പോകുന്നതും ഉചിതമാകില്ല. തീർച്ചയായും ഗൗതമിന് പ്രത്യേക നന്ദി. രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ ഹെലികോപ്റ്റർ ദുരന്തം ഉണ്ടായത് ഊട്ടി കൂനൂരിനടുത്ത് വെച്ച്. അനു, അത് തന്നെയാണ്. അതായത് ഡിസംബർ മാസം 7-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇത്തരത്തിൽ ഒരു അപകടത്തിൽ പെടുകയും അതിദാരുണമായ ഒരു മരണം അദ്ദേഹത്തിന് സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹവും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല പിന്നീട് ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള ഓപ്പറേഷനുകൾ, ജമ്മു കാശ്മീരിനെ ഇന്ന് കാണുന്ന രീതിയിൽ ഭീകരമുക്തമാക്കുന്ന നിരവധി ഓപ്പറേഷനുകൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഓൾ ഔട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ജനറലായിരുന്നു ബിപിൻ റാവത്ത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എക്കാലവും ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നമ്മുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാണ്. ഇപ്പോൾ ഡ്രാസിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്. ഒപ്പം സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ, 3 സേനകളുടെയും മേധാവിമാർ, കരസേനാ മേധാവി ജനറൽ ദിവേന്ദ്ര ത്രിപാഠി, അതോടൊപ്പം തന്നെ വ്യോമസേനയുടെയും നാവികസേനയുടെയും മേധാവിമാർ, അതിൽ കര വായുസേനകൾ, ഇത് രണ്ടുമാണ് കാർഗിൽ യുദ്ധത്തിൽ വളരെ പ്രധാനമായ പങ്കുകൾ വഹിച്ചത്. നാവികസേനയെ സംബന്ധിച്ച് 65-ലും 71-ലെയും യുദ്ധങ്ങളിൽ ഭാരതത്തിന്റെ നാവികസേന അതിന്റെ ശക്തി തെളിയിച്ചതാണ്. പാകിസ്ഥാനിലെ കറാച്ചി പോർട്ടിൽ കിടന്ന പാകിസ്ഥാന്റെ കപ്പലുകളെ തകർത്തെറിഞ്ഞ ആ യുദ്ധവീര്യം ഭാരതത്തിന്റെ നാവികസേന ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ 1999-ലെ കാർഗിൽ യുദ്ധം നമുക്കറിയാം, അത് കാർഗിൽ മലനിരകളുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു സമുദ്ര യുദ്ധത്തിലേക്ക് പോയിരുന്നില്ല. നമ്മുടെ യുദ്ധക്കപ്പലുകളും നാവികസേനയും എല്ലാ അർത്ഥത്തിലും സജ്ജമായിരുന്നു. കടൽ മാർഗത്തിൽ എന്തെങ്കിലും പ്രകോപനമെന്ന് പാകിസ്ഥാൻ സൃഷ്ടിച്ചാൽ കനത്ത പ്രഹരം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഉൾപ്പെടെ നടത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള നാവികസേനയാണ് ഭാരതത്തിനുള്ളത്. അതിനാൽ നാവികസേനയ്ക്ക് പക്ഷേ അത്തരത്തിലൊരു നീക്കം കാർഗിൽ യുദ്ധകാലത്ത് നടത്തേണ്ടി വന്നിട്ടില്ല. പക്ഷേ കരവ്യോമസേനകളാണ് കാർഗിലിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ശത്രുവിനുമേൽ കനത്ത പ്രഹരമെന്ന് ഏൽപ്പിച്ചത്. വായുസേനയെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ വായുസേനയുടെ ഇടപെടൽ അതിലേറ്റവും നിർണായകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം കരസേനയ്ക്കാണ് ഏറ്റവും അധികം ഈ സൈനികരെ നഷ്ടപ്പെട്ടത്. യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ഇന്ത്യൻ ആർമി ആണെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സ് അന്ന് നടത്തിയിട്ടുള്ള ബോംബിങ്ങുകൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നാജിഗേദസിനെ പോലെയൊക്കെയുള്ള നിരവധി മിടുക്കന്മാരായിട്ടുള്ള പൈലറ്റുമാർ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ അന്ന് പാകിസ്ഥാന്റെ പിടിയിലാവുകയും നാജിഗേദാർ റാവു, അന്ന് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, ഏതാണ്ട് 25 വയസ്സ് മാത്രം പ്രായമുള്ള നാജിഗേദ അന്ന് പാകിസ്ഥാനിലെ തടവിൽ അനുഭവിച്ചിട്ടുള്ള അതിക്രൂരമായ പീഡനങ്ങൾ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു റിപ്പോർട്ടിങ്ങിനിടയിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിഭീകരമായ പീഡനമാണ് നാജിഗേദാർ റാവുവിനെ പോലുള്ളവർ അന്ന് പാകിസ്ഥാനിലെ തടവറകളിൽ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ശേഷം പിന്നീട് നാജിഗേദാർ റാവുവിനെ തിരിച്ച് ഇന്ത്യക്ക് കൈമാറുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അഹൂജയെ പോലുള്ള എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ അന്ന് ഈ യുദ്ധത്തിനിടയിൽ സ്വന്തം ജീവത്യാഗം നടത്തേണ്ടി വന്നിട്ടുണ്ട്. കരസേന അങ്ങനെ വായുസേനയെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾ ആദ്യഘട്ടത്തിൽ വളരെയധികം പ്രതിരോധം വായുസേന നേരിടേണ്ടി വന്നു.